Good morning, my dear beloved friends. So, today we are continuing with Aristotle's concept about plot. In the last classes, we had been through his idea about the three unities: the unity of action, unity of time, and unity of place. Hope you could be able to recall all these three aspects. Now we are moving on to a very important thing to be discussed while we discuss or while we go through his concepts about tragedy, that is plot. നമ്മൾ അരിസ്റ്റോട്ടിലിൻ്റെ 6 കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്സ് നേരത്തെ കണ്ടിരുന്നു. വിച്ച് ആർ ദേ? പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, സോങ് ആൻഡ് സ്പെക്ടക്കിൾ, അല്ലേ? അപ്പോൾ ആ ഒരു ഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് അരിസ്റ്റോട്ടിൽ ഗേവ് പ്രൈം ഇമ്പോർട്ടൻസ് ടു പ്ലോട്ട് എന്നുള്ളത്. whereas he doesn't consider character, whereas we know that it is only through characters or it's only through action a plot could be able to unravel to the audience. പക്ഷെ എന്നാൽ പോലും പ്ലോട്ടിനെയാണ് അത്രമാത്രം ലൈഫ് ബ്ലഡ് ഓഫ് ട്രാജഡി ആയിട്ട് അരിസ്റ്റോട്ടിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഒരു നല്ല കഥ, ആ കഥയുടെ മെനഞ്ഞെടുത്തിരിക്കുന്ന അതിൻ്റെ നിറ്റിങ് പ്രോപ്പറായാൽ മാത്രമേ ആളുകളിലേക്ക് ആ ഒരു ട്രാജഡി കൊടുക്കുന്ന രണ്ട് ഇമോഷൻസ്, ദാറ്റ് ഇസ് പിറ്റി ആൻഡ് ഫിയർ, ദ കഥാസിസ് ഇഫക്റ്റ് കുഡ് ബി ഇവോക്ഡ് എന്നൊരു ബിലീഫാണ് അരിസ്റ്റോട്ടിൽ ഉണ്ടായിരുന്നത്. ഡെഫിനറ്റ്ലി while if we are watching a movie or if we are watching a drama or if we are reading a novel, we definitely need a well knitted plot in order to enjoy, in order to feel along with the characters, or in order to arouse the feeling of pity and fear, just like Aristotle mentioned. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു നല്ല കഥയുണ്ടെങ്കിൽ മാത്രമേ അതിലെ കഥാപാത്രങ്ങളുടെ ഇമോഷൻസിൻ്റെ, അവരുടെ വൈകാരിക തലങ്ങൾക്കൊപ്പം നമുക്കും സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ അവർക്കുണ്ടാകുന്ന ഇമോഷന് നമുക്കും അവരോടൊപ്പം സഹതപിക്കാനും അവർക്കുണ്ടാകുന്ന അപകടങ്ങളിൽ ഭയപ്പെടാനും, പിറ്റിയും ഫിയറും ഒക്കെ, അതുപോലെ തന്നെ അവരുടെ നല്ല കാര്യങ്ങളിൽ, നന്മകളിൽ സന്തോഷിക്കാനും, അവർക്ക് നല്ലതുണ്ടാകുമ്പോൾ ആഹ്ലാദിക്കാനും, അവിടുത്തെ പ്രണയം കാണുമ്പോൾ അതിലും ഒരു രസം ഉളവാകാനും ഒക്കെ, അല്ലേ? രസയിലേക്കൊക്കെ നമ്മളിനി കടക്കുന്നുണ്ട്. രസം ഉളവാകാനൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ പ്ലോട്ടിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്ലോട്ട്. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്ലോട്ട് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് പ്ലോട്ട് ഇസ് സ്യൂട്ടഡ് ഫോർ എ ട്രാജഡി, എ സിമ്പിൾ പ്ലോട്ട് ഓർ എ കോംപ്ലെക്സ് പ്ലോട്ട് എന്നുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ അടുത്ത ഭാഗത്ത് കാണുന്നത്. അലോങ് വിത്ത് ടുഡേ വീൽ ഡിസ്കസ് ഓൾസോ അബൌട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ ട്രാജിക് ഹീറോ ഇൻ ദിസ് ക്ലാസ്. ഓക്കെ, സോ പ്ലോട്ട് ഇനി നമുക്ക് രണ്ടായി തിരിക്കാം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദ പ്ലോട്ട് ഫൈനലി ഇസ് ഡിവിസിബിൾ ഇൻ ടു 2 പാർട്സ്. വിച്ച് ആർ ദേ? ഒന്ന് കോംപ്ലിക്കേഷൻ, ഒന്ന് പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. 2 അതിൻ്റെ അൺറാവലിംഗ് ഓർ ഡെയ്നുമ. ഒന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ഫേസും രണ്ടാമത് അതൊക്കെ സോൾവ് ആകുന്നൊരു ഫേസും. ഇത് ഒരു ട്രാജഡി ആണെങ്കിലും കോമഡി ആണെങ്കിലും ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. പക്ഷേ ഇനി പ്ലോട്ടിൻ്റെ അടുത്ത ഒരു കോംപ്ലെക്സ് പ്ലോട്ടിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം കുറച്ചും കൂടെ വ്യത്യാസങ്ങളുണ്ട്. ട്രാജഡിക്കും കോമഡിക്കും വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, the former ties the events into a tangled knot, the latter unties it. The complication includes all the action from the beginning to the point where it takes a turn for good or ill. The denouement extends from the turning point to the end. The first is commonly called rising action and the second falling action. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു കോംപ്ലിക്കേഷൻ്റെ ഭാഗത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥയുടെ തുടക്കം മുതലേ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും അതിൻ്റെ പീക്കിലെത്തുന്ന ടൈം വരെയാണ് നമ്മൾ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം കാണുന്നത്. അപ്പോൾ കഥയുടെ ബിഗിനിങ് തൊട്ടിട്ട് കോംപ്ലിക്കേഷൻ അതിൻ്റെ ഏറ്റവും പീക്കിലാണ്. ഇപ്പോൾ ഏറ്റവും പീക്കിലെത്തുമ്പോഴത്തേക്കും ഒന്നുകിൽ ആരുടെയെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതാണ് സാധാരണ ട്രാജഡി. നമുക്ക് പ്ലോട്ടിലേക്ക് കടക്കുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം.
സാധാരണ ഒരു ട്രാജഡിയിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്, ഒരു കുഴപ്പമില്ലാതെ വളരെ മനോഹരമായി പോകുന്നൊരു നാടോ ഒരു വീടോ ഒരു സ്ഥലമോ ഒക്കെ ആയിരിക്കും. പെട്ടെന്ന് അവിടേക്ക് ആരെങ്കിലും കടന്നു വരികയോ ഒന്നുകിൽ അവകാശം പറഞ്ഞ ആരെങ്കിലും കടന്നു വരികയോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളിൽ പെട്ടെന്നൊരു ഗ്രീഡി തോട്ട് ഉദിക്കുകയോ, അല്ലേ? മെക്ബത്ത് എന്ന് പറയുന്ന പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും, അദ്ദേഹം വളരെ ഗ്രീഡി ആയിട്ട് ആ ഒരു രാജ്യം തട്ടിയെടുക്കാനും ഒരു കിങ്ങിനെ ഡങ്കനെ കൊല്ലാനും ഒക്കെ ആയിട്ടുള്ള പ്ലോട്ട് along with the help of his wife, or she was the master brain behind that, ലേഡി മെക്ബത്ത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാവുകയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഒരു ടൈയിങ് നോട്ടാണ്, ആകെ ഒരു ഊരാക്കുടുക്കായിട്ട് ഒരു ടാങ്കിൾഡ് നോട്ടായിട്ട് കാര്യങ്ങൾ മാറുന്നു. ഏറ്റവും കോംപ്ലിക്കേഷനിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും ആ ഇൻസിഡൻറ്റിലൂടെ എല്ലാവരും പലതും റിയലൈസ് ചെയ്യുകയും, ഇപ്പോൾ ഒരു വീട്ടിലാണ് പല പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആളുകൾ തമ്മിൽ ബഹളങ്ങളും തമ്മിത്തല്ലും ഒക്കെ ആയിട്ട് അവസാനം അവിടെ ആരുടെയെങ്കിലും ഒരു മരണം, ഒരു റിയലൈസേഷനോ ആർക്കെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഒരു മനപരിവർത്തനമോ അതിലൂടെയൊക്കെ മെല്ലെ 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 ഓരോരുത്തരായിട്ട് ബെറ്റർ ആവുകയോ അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് നഷ്ടപ്പെട്ടു പോവുകയോ പിരിഞ്ഞു പോവുകയോ ആ രീതിയിലേക്കായിട്ട് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നൊരവസ്ഥ. ഇത് കോമഡിയിലാണെങ്കിൽ എങ്ങനെയാണ് വർക്കൗട്ട്? ഇതിൽ വ്യത്യാസങ്ങളുണ്ട്. ട്രാജഡി ആകുമ്പോഴത്തേക്കും ട്രാജഡി ഓൾവേസ് എൻഡ്സ് ഇൻ കറ്റാസ്ട്രോഫി. ട്രാജഡി എപ്പോഴും ചെന്ന് അവസാനിക്കുന്നത് കറ്റാസ്ട്രഫയിലാണ്, ഒരു ദുരന്തത്തിലായിരിക്കും. അതിൽ 1, 2, 3, 4 ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് ആയിരിക്കും ട്രാജഡി ചെന്ന് അവസാനിക്കുക. അതേസമയം കോമഡി ആണെങ്കിൽ എല്ലാത്തിൻ്റെയും സൊല്യൂഷനിലേക്കായിരിക്കും ചെന്നെത്തുന്നുണ്ടായിരിക്കുക. കൺസിഡർ ദ ഫിലിം ഹാപ്പി ഹസ്ബൻഡ്സ്. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നൊരു മൂവി ഹാപ്പി ഹസ്ബൻഡ്സ് ആണ്. ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന മൂവിയിൽ എങ്ങനെയാണ് ഒക്കെ ശുഭമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ തുടക്കം എപ്പോഴും ശുഭമായിരിക്കും. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ കടന്നു വരുന്നു, അതിൽ റിമാക്കലിങ്ങിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രം അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. അവിടെ കടന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ കംപ്ലീറ്റ് ഒരു ടാങ്കിൾ നോട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തെങ്കാശിപ്പട്ടണം എന്നുള്ള മൂവിയിലും സെയിം ഇതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ടാങ്കിൾഡ് നോട്ടായിട്ട് ആകെ മാറുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ, അപ്പോൾ ആ മൂവിയിലാണെങ്കിൽ അതിലെ ആ വൈഫ് അവർ ആ ഒരു റിസോർട്ടിൽ വെച്ചിട്ട് തിരിച്ചറിയുകയാണ്. ഓക്കെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ സോൾവിങ് ആണ്, ഇതിൻ്റെ ആ ഒരു റെസൊല്യൂഷൻ പാർട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ കോമഡി ആയതുകൊണ്ട് എപ്പോഴും ഒരു സൊല്യൂഷനിലേക്കായിരിക്കും അത് എത്തിച്ചേരുക. ട്രാജഡി ആകുമ്പോഴത്തേക്ക് അതൊരു കറ്റാസ്ട്രഫയിലേക്കായിരിക്കും, ആരെങ്കിലുമൊക്കെ മരിച്ചു പോകുന്നതായിട്ടായിരിക്കും ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതേസമയം കോമഡിയിലാണെങ്കിൽ ഒക്കെ പറഞ്ഞ് ഒക്കെ ക്ഷമിച്ച് ശാന്തമാക്കി കൂളാക്കി അവസാനം അതിൻ്റെ എൻഡിങ് വളരെ ഹാപ്പി ആൻഡ് ജോവിയലായിട്ട് മാറുന്നൊരവസ്ഥ. ഇതാണ് സാധാരണ ഒരു പ്ലോട്ടിൽ ഉണ്ടായിരിക്കുക. കോമഡി ആണെങ്കിൽ സൊല്യൂഷൻ ആയിരിക്കും, ട്രാജഡി ആണെങ്കിൽ കറ്റാസ്ട്രഫി ആയിരിക്കും. എനിവേ ദ പാർട്ട് ഇസ് കോമൺലി ഡിവൈഡ് ഇൻ ടു 2, ദാറ്റ് ഇസ് കോംപ്ലിക്കേഷൻ ആൻഡ് ഡെനുമ. ഒന്ന് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ഒരു ഭാഗമായിരിക്കും, ദാറ്റ് ഇസ് ടൈയിങ് നോട്ട്, ഓർ വി ക്യാൻ സേ ഇറ്റ് ആസ് എ റൈസിങ് ആക്ഷൻ. പ്രശ്നങ്ങളിങ്ങനെ എരിവിരി കൊണ്ടിങ്ങനെ കയറിപ്പോകുന്നൊരവസ്ഥ, ഏറ്റവും അതിൻ്റെ ജനത്തിലേക്ക് എത്തുന്ന ആ ഒരു ഭാഗം. പിന്നെ രണ്ടാമത്തേത് അൺടൈയിങ് നോട്ടാണ്. ദാറ്റ് മീൻസ് എല്ലാം സോൾവ് ചെയ്ത് ഓരോന്നായിട്ട് തെളിയിക്കപ്പെട്ട് സോൾവ് ചെയ്ത് പോകുന്നൊരവസ്ഥ. ദാറ്റ്സ് വൈ ദാറ്റ് പാർട്ട് ഇസ് കോൾഡ് ആസ് ഡെനുമ ഓർ ഫോളിങ് ആക്ഷൻ. ഫോളിങ് ആക്ഷനാണ്, ഓരോന്നായിട്ട് ചുരുളഴിയുകയാണ്. സോ ഇതാണ് ബേസിക്കലി ഒരു പ്ലോട്ടിൻ്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു ഭാഗം, ദാറ്റ് മീൻസ് യുവർ 5th പാർട്ട് ഇസ് given as a subtitle simple and complex plot. 2 തരത്തിലുള്ള പ്ലോട്ടുകളാണ് ട്രാജഡിയിൽ ഉള്ളത്. ഒന്ന് സിമ്പിൾ പ്ലോട്ടും മറ്റൊന്ന് കോംപ്ലെക്സ് പ്ലോട്ടും. അപ്പോൾ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്ലോട്ടും കഥയും, രണ്ടാമത്തേത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗവുമായിരിക്കും, ഒരു പ്ലോട്ടുമായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ 2 പ്രധാനപ്പെട്ട ഗ്രീക്ക് ടേമുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് പെരിപ്പെറ്റിയ ആൻഡ് അനഗ്നോറിസിസ്. പെരിപ്പെറ്റിയ ആൻഡ് അനഗ്നോറിസിസ്. സോ പെരിപ്പെറ്റിയ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അർത്ഥം റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ എന്നതാണ്. പെരിപ്പെറ്റിയ മീൻസ് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ഓർ റിവേഴ്സൽ ഓഫ് ആക്ഷൻ. ഒരു ടോപ്സി ടേർവി സിറ്റുവേഷൻ, എല്ലാം കീഴ്മേൽ മറിയുന്നൊരു സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു രാജ്യത്ത് അയാൾക്കൊരു മകനുണ്ട്,
സർവാധികാരങ്ങളും ഒക്കെ നേടിക്കൊണ്ട് അച്ഛൻ്റെ മരണശേഷം അടുത്ത രാജാവാകാൻ പോകുന്ന, അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു കാലശേഷം പ്രായാധിക്യം മൂലം അച്ഛൻ റിട്ടയർ ആവുന്നു, അടുത്തത് ഇയാൾ രംഗപ്രവേശനം ചെയ്യാൻ പോവാണ് രാജാവായിട്ട്, അടുത്ത രാജാവായിട്ട്, ഈ രാജാവ്. അപ്പോഴാണ് ആ സദസ്സിലേക്ക് ഒരാൾ കയറി വന്നിട്ട് പറയുന്നത്, ഈ അച്ഛൻ്റെ മകനാണ് ഞാനെന്നുള്ളത്, പ്രായം കൊണ്ട് യുവരാജാവിനേക്കാളും മൂത്തൊരു മനുഷ്യനാണെന്നുള്ളത്. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി മാറുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന കോൺസെപ്റ്റ്, അതുവരെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിരുന്ന ആൾ പിന്നെ എൻ്റെ ആ യുവരാജാവിൻ്റെ ശത്രുവായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് കഥ പോവുകയാണ്. അവിടെയുള്ള നാട്ടുകാർക്കും അതൊരു പുതിയ കാര്യമാണ്, അവിടെ ആ വന്നിരിക്കുന്ന ആൾക്കും അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ കംപ്ലീറ്റ്ലി അവിടെയുള്ള ആ ഒരു രാജ്ഞിക്കാണെങ്കിലും അതൊരു എല്ലാം ഒരു നഷ്ടപ്പെട്ടു പോകുന്ന, എല്ലാം ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്കാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറ്റപ്പെടുകയാണ്. സോ ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഇറ്റ് ഇസ് കോൾഡ് ആസ് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ഓർ റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ. അല്ലെങ്കിൽ എല്ലാം മനോഹരമായിട്ട് പോകുന്നൊരു വീട്ടിൽ അതിലേറ്റവും പില്ലറായിട്ടുള്ളൊരു മനുഷ്യൻ, അയാൾ ഒത്തിരി കടബാധ്യതകളൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങനെയൊക്കെയോ വീട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു, കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പെട്ടെന്ന് അയാൾക്കൊരു മരണം സംഭവിക്കുമ്പോൾ ആ വീട്ടിലെ അവസ്ഥ മുഴുവൻ പ്രതിസന്ധി ഘട്ടത്തിലാവുന്നു. അപ്പോൾ അയാൾ ഇതുവരെ ഉണ്ടായിരുന്ന കടം, അയാൾ മെല്ലെ കുറേശ്ശെ വീട്ടിയിരുന്ന കടമൊക്കെ അവിടെയുള്ള മറ്റുള്ള ആളുകളുടെ ഭാരമായിട്ട് അവർക്ക് വന്ന് പതിക്കുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം വരുന്നു, ബുദ്ധിമുട്ടിലാകുന്ന കുടുംബാംഗങ്ങൾ, കല്യാണം നിശ്ചയിച്ചിരുന്ന പെങ്ങളുടെ കല്യാണം മുടങ്ങുന്നു, ഈ അച്ഛൻ്റെ മരണം കാരണം കല്യാണം മുടങ്ങുന്നു, വീട് ജപ്തിയിലാകുന്നു. അപ്പം അങ്ങനെ കംപ്ലീറ്റ്ലി ഓരോന്നായിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് നേരിടേണ്ടി വരുന്ന തരത്തിലേക്കൊക്കെ പ്ലോട്ട് മൂവ് ചെയ്ത് പോകുന്നൊരവസ്ഥ. ദാറ്റ് ഈസ് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ഓർ റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ. അതിനെ വിളിക്കുന്ന ഗ്രീക്ക് ടേമാണ് പെരിപ്പെറ്റിയ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് എന്താണെന്ന് ചിന്തിച്ച് നോക്കുക. ഡെഫിനറ്റ്ലി ദ വിൽ അറോസ് ദ ഫീലിംഗ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ. ബിക്കോസ് അതുവരെ കുഴപ്പമില്ലാതെ കംഫർട്ടബിളായിട്ടിരുന്ന ആളുകൾക്ക് അയ്യോ ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സഹതാപവും, അവരിന് തെരുവിലേക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു പെൺകുട്ടിയെ ചിലപ്പോൾ വട്ടമിട്ട് അല്ലെങ്കിൽ നോട്ടമിട്ട് റാഞ്ചി കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന ഒരു പറ്റം ആൾക്കാരുള്ളൊരു സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവരൊറ്റപ്പെട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കാം, അവരുടെ ജീവനും അവരുടെ മാനത്തിനും ഒക്കെ വില പറയുന്ന അവസ്ഥയിലേക്ക് സിറ്റുവേഷൻസ് മാറാം എന്നൊക്കെയുള്ളൊരു സമൂഹത്തിലാണ് ആ പെൺകുട്ടികൾ. ചിലപ്പോൾ പെൺകുട്ടികൾ ഒരു അമ്മയെ മാത്രമുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്കിനി എന്തായിരിക്കും, ഒരു ആൺതുണയില്ലാതെ സംഭവിക്കുന്നുണ്ടായിരിക്കുക എന്നൊക്കെയുള്ള തരത്തിലുള്ള കുറച്ച് all these are conventional concepts. ഡെഫിനറ്റ്ലി ഇത്തരം കോൺസെപ്റ്റിലേക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരം ചിന്തകളിലേക്കൊക്കെ മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുക, അത്തരം ഫിയർ ക്രിയേറ്റ് ചെയ്യുക, അല്ലേ? ഫിയർ, ഡെഫിനറ്റ്ലി വി നോ ദാറ്റ് ദ ട്രാജഡി ഇറ്റ് വിൽ അറോസ് ബൈ സീയിങ് ദ ട്രാജഡി ദാറ്റ് മേ ബിഫോൾ ഹിം. ഇംപെൻഡിങ് ട്രാജഡി, സംഭവിക്കാൻ പോകുന്ന ട്രാജഡിയെക്കുറിച്ച് ഓർത്തുണ്ടാവുന്ന ഭയം, സംഭവിച്ചു കഴിഞ്ഞ അവരുടെ ദുരന്തത്തെക്കുറിച്ച് ഓർത്തുണ്ടാവുന്ന സഹതാപം, ഇത് രണ്ടും റോസ് ആവുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി ഒരിക്കലും റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിയാവുന്നത്, കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കാവുന്നത്. ഒന്ന്, നല്ല ഒരവസ്ഥയിൽ നിന്നും മോശം അവസ്ഥയിലേക്ക് മാറാം, അല്ലെങ്കിൽ മോശം ഒരവസ്ഥയിൽ നിന്ന് നല്ലൊരവസ്ഥയിലേക്കും ഒരാൾക്ക് മാറാം. ഒരിക്കലും മോശം ഒരവസ്ഥയിൽ നിന്ന് നല്ലൊരവസ്ഥയിലേക്ക് മാറുന്ന കഥാഗതി ഒരിക്കലും ട്രാജഡിയിൽ അഭികാമ്യമല്ല. കാരണം എന്താണ്? അങ്ങനെ വരുമ്പോഴത്തേക്കും ദ വിൽ അറോസ് ഓൺലി ഹാപ്പി ഫീലിംഗ്. അവിടെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഫീലിംഗ് അത് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അതുപോലെ ട്രാജഡി എപ്പോഴും കാണിച്ചു തരുന്നത് നല്ലൊരവസ്ഥയിൽ നിന്നൊരാൾ മോശം സ്ഥിതിയിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും, ഒരു കഥാഗതിയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളാണെങ്കിൽ, കിങ് ലിയർ ആണെങ്കിലും, ഒഥല്ലോ ആണെങ്കിലും, മെക്ബത്ത് ആണെങ്കിലും, ഹാംലെറ്റ് ആണെങ്കിലും, ഓർ ഈവൻ റോമിയോ ആൻഡ് ജൂലിയറ്റ് ആണെങ്കിലും, ദ ബിഗിനിങ് വാസ് ക്വൈറ്റ് ഓക്കെ, ബട്ട് സംതിങ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ ആൻഡ് ദാറ്റ് ലെറ്റ് ദ ട്രാജിക് പാത്ത് ടു ദ ഹീറോ ഓൺ ദാറ്റ് പെർട്ടിക്കുലർ പ്ലേ. ഒഥല്ലോയ്ക്കാണെങ്കിലും ഇയാഗോ, ആ ഒരു ജലസിയായിട്ടുള്ള ഇയാഗോ വരുത്തി വയ്ക്കുന്ന ആ ഒരു കുറേ പ്ലാന്റ് പ്ലോട്ടുകളും അതിൽ വീണ് പോകുന്ന ഇംപെച്വസ് ആയിട്ടുള്ള ഒഥല്ലോയും, ഹാംലെറ്റിനാണെങ്കിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ആ ഒരു പ്രോക്രാസ്റ്റിനേഷനും, കിങ് ലിയറിലാണെങ്കിലും വളരെ ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഫിലയൽ ഡ്യൂട്ടി കീപ്പ് ചെയ്ത് പോകുന്ന കോഡീലിയ, എന്നാൽ അതേസമയം തന്നെ ഫാൻസിഫുള്ളായിട്ടുള്ള സിക്കോഫൻസ് അല്ലെങ്കിൽ ഫ്ലാറ്ററിയിൽ വീണ് പോകുന്ന ഒരുപാട് മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥയൊക്കെ കിങ് ലിയറിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ നല്ല സ്ഥിതിയിൽ കഴിഞ്ഞിരുന്ന ഒരാൾ, അയാൾ നേരെ
ഒരു മോശം സ്ഥിതിയിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ്. അപ്പോൾ കിങ് ലിയറിനൊക്കെ സകലതും നഷ്ടപ്പെട്ടൊരു ബെഗറായിട്ട് മാറുന്ന അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്രമാത്രം ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള പ്ലോട്ടുകളായിരിക്കണം, അങ്ങനെയുള്ള റിവേഴ്സൽ ഓഫ് ആക്ഷൻ ആയിരിക്കണം സംഭവിക്കേണ്ടത്. ആൻഡ് അനഗ്നോറിസിസ്, that is the second important Greek term that is given in this part. Anagnoresis means revelation or recognition, or we could say discovery. പണ്ട് കാലത്തെ ചില സിനിമകളിലൊക്കെ അച്ഛനും അല്ലെങ്കിൽ മക്കൾ തമ്മിൽ ശത്രുക്കളായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഒടുവിൽ അവിടെ അമ്മ കയറി വരികയോ അല്ലെങ്കിൽ അവർ തമ്മിൽ റിയലൈസ് ചെയ്യുകയോ ചെയ്തിട്ട്, ഓക്കെ എൻ്റെ ചേട്ടൻ്റെ കവളത്ത് ഇങ്ങനൊരു മറുകുണ്ട്, അപ്പോൾ നിൻ്റെ കവളത്തും മറുകുണ്ട്, അപ്പോൾ ചേട്ട ആനിയാന്ന് പറഞ്ഞ് അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഡയലോഗിലൂടെ വീണ് കിടക്കുന്നവനെ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡയലോഗിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് രക്തബന്ധത്തെ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. ഇതുപോലുള്ള മറുകുകൾ, ചില ലോക്കറ്റുകൾ, ചില പെൻഡൻസ്, ഇതൊക്കെയാണ് പലതിൻ്റെയും അടയാളങ്ങളായിട്ട്, പലരെയും തിരിച്ചറിയാനായിട്ട് പണ്ട് കാലത്ത് കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു പോയ തൻ്റെ കൂട്ടുകാരിയെയോ അല്ലെങ്കിൽ തൻ്റെ മകനെയോ മകളെയോ ഒക്കെ തിരിച്ച് ഒരു ബ്യൂഗിളായിരിക്കാം അല്ലേ, കബുളിവാല എന്ന് പറയുന്നൊരു സിനിമയിലെ പോലെ. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള എലമെൻസിനാലും ചിലപ്പോൾ ഒരു ഡയലോഗിനാലും അല്ലെങ്കിൽ ചില മാനറിസംസ് എന്നൊക്കെയുള്ള കുറേ തിരിച്ചറിവുകൾ കൊടുക്കുന്നത്. ദളപതി എന്ന് പറയുന്ന സിനിമയിൽ അതിൽ മകനെ പൊതിഞ്ഞ് അവർ ആറ്റിലൊഴുക്കി വിടുമ്പോൾ ഒരു മഞ്ഞ തുണിയിലാണ് അവരത് പൊതിഞ്ഞ് ഇങ്ങനെ ഒഴുക്കി വിടുന്നത്. അപ്പോൾ ആ തുണിയാണ് അതിൻ്റെ ആ ഒരു ഓർമ്മയിലേക്ക് ആ കുട്ടി അതാണ്, അല്ലെങ്കിൽ രജനീകാന്ത് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് തൻ്റെ മകൻ എന്നുള്ള തിരിച്ചറിവിലേക്ക് അതിലുള്ള ശ്രീവിദ്യ എന്ന് പറയുന്ന കഥാപാത്രത്തെ കൊണ്ട് ചെന്നെത്തിക്കുന്ന ആ ഒരു ക്ലോത്താണ്. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പല രീതിയിൽ ചിലപ്പോൾ ഒരു മെൻ്റൽ റിഫോർമേഷൻ ആയിരിക്കാം, ഒരു മനപരിവർത്തനമായിരിക്കാം, ഒരു കൈൻഡ് ഓഫ് ഗിൽട്ടി ഫീലിംഗ് ആയിരിക്കാം. ഏത് തരത്തിലുള്ള റെക്കഗ്നീഷനോ ഡിസ്കവറിയോ നമുക്ക് ഇത്തരത്തിൽ ട്രാജഡിയിലൂടെ കാണാനായിട്ട് സാധിക്കും. ട്രാജഡിയിൽ തന്നെയല്ല, കോമഡിയിലാണെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൂടെ ആയിരിക്കും ചിലപ്പോൾ ബാക്കി പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്നത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രാജഡിയിലാണെങ്കിൽ കറ്റാസ്ട്രഫയിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ ഈഡിപ്പസിൻ്റെ ആ ഒരു ഡെഫിനറ്റായിട്ടും അദ്ദേഹത്തിൻ്റെ അമ്മയെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചു എന്നുള്ള ആ ഒരു ഡിസ്കവറി, ആ ഒരു റെക്കഗ്നീഷൻ, അത് കൊടുക്കുന്ന ആ ഒരു മെൻ്റൽ ഷോക്ക് വിച്ച് മെയ്ഡ് ഹിം ടു ബ്ലൈൻഡ് ഹിസ് ഐസ് യൂസിങ് ദ ബ്രൂച്ചസ് ഫ്രം ജൊക്കാസ്റ്റാസ് ഗൗൺ ആൻഡ് ജൊക്കാസ്റ്റാസ് സൂയിസൈഡ്. all these are the end result of this recognition or discovery. ഈഡിപ്പസ് എന്ന് പറയുന്ന ആ ഒരു കഥയിൽ തൻ്റെ അച്ഛനെ കൊന്ന് അമ്മയെ കല്യാണം കഴിച്ച് അമ്മയിൽ മക്കളുണ്ടാകുന്നൊരു മകൻ്റെ കഥയാണ് ഈഡിപ്പസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പിന്നീട് നമുക്ക് ഫ്രോയിഡിയൻ കോൺസെപ്റ്റിൽ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ അമ്മയോട് അമിതമായിട്ടുള്ള ഒരു പ്രണയാതുരമായിട്ടോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു സ്നേഹത്തെ, മകനുണ്ടാവുന്ന ആ ഒരു വൈകാരിക തലത്തെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നും മകൾക്ക് അച്ഛനോടുണ്ടാവുന്ന അത്തരത്തിലുള്ള വൈകാരിക തലങ്ങളെ ഇലക്ട്ര കോംപ്ലക്സ് എന്നൊക്കെയുള്ള പേരിൽ പിന്നീട് കാണുന്നത് ഫ്രോയിഡിയൻ സൈക്കോളജിക്കൽ കോൺസെപ്റ്റിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ കഥ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈഡിപ്പസിനും ജൊക്കാസ്റ്റയ്ക്കും ഉണ്ടാകുന്നൊരു റെവലേഷൻ അല്ലെങ്കിൽ റെക്കഗ്നീഷൻ, ആ ഡിസ്കവറിയിലാണ് അവർ തിരിച്ചറിയുന്നത്, അയ്യോ ഞങ്ങൾ ചെയ്ത് എന്തോ വലിയ തെറ്റായിപ്പോയി എന്നുള്ളത്. ആ തെറ്റിൻ്റെ ആ ഒരു ഫലം എന്നോണമാണ് ജൊക്കാസ്റ്റ് ആത്മഹത്യ ചെയ്യുന്നതും ഈഡിപ്പസ് തൻ്റെ കണ്ണ് അന്ധമാക്കുന്നത്. ഇതുവരെ അദ്ദേഹത്തിന് കാഴ്ചയുണ്ടായിരുന്നു, ഫിസിക്കലി he was okay, he has got that vision, but his inner vision was blind. അപ്പോൾ ആ ഒരു കണ്ണ് അന്ധമാക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉൾക്കണ്ണ് തുറക്കുകയും അദ്ദേഹത്തിൻ്റെ പുറം കണ്ണ്, ഫിസിക്കലായിട്ടുള്ള ഐസ്, അദ്ദേഹത്തിൻ്റെ കണ്ണ് അദ്ദേഹം കുത്തിപ്പൊട്ടിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ആ ഡ്രാമ എൻഡ് ചെയ്യുന്നത്. പിന്നെയും ഉണ്ട്, കഥയുടെ രണ്ടാം ഭാഗമൊക്കെ പിന്നീട് ഇറങ്ങുന്നുണ്ട്, നെക്സ്റ്റ് പ്ലേയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് റെക്കഗ്നീഷൻ ആൻഡ് ഡിസ്കവറിയാണ് ഒരു പ്ലോട്ടിൻ്റെ, ഈ ഒരു കോംപ്ലക്സ് പ്ലോട്ടിൻ്റെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്. ഇനി ഈ പ്ലോട്ടിൻ്റെ സ്ട്രക്ചർ ഒന്നും കൂടെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ബേസിക്കലി ഈ ഒരു ട്രയാങ്കിൾ ഓർത്ത് വയ്ക്കുക. ഇതിപ്പോൾ നോവലിനാണെങ്കിലും ട്രാജഡി പ്ലേക്കാണെങ്കിലൊക്കെ നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം, ഒരു ഇലിസ്ട്രേഷനാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട്. ഇനി ഈ പ്ലോട്ടിനെ ഒന്ന് വിശദമായിട്ട് ഒന്നുകൂടെ അനലൈസ് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഇലിസ്ട്രേഷൻ. ഒരു കഥ തുടങ്ങുകയാണ്. സോ അതിൻ്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് എക്സ്പൊസിഷൻ. എക്സ്പൊസിഷന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പെരിപ്പെറ്റിയ, സംതിങ് വിൽ ഹാപ്പൻ,
ഒന്നുകിൽ ആരെങ്കിലും പ്രത്യക്ഷപ്പെടുകയോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവുകയോ ചെയ്യുന്നു. ഇപ്പോൾ തീബ്സ് എന്ന് പറയുന്ന നാട്ടിലുണ്ടാകുന്ന പ്രശ്നത്തിൻ്റെ കാര്യം അന്വേഷിച്ചിട്ടാണ് ഈഡിപ്പസ് പിന്നാലെ പോകുന്നത്. അവിടെ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പ്ലേഗ്, ആ ഒരു ദുരന്തത്തിൻ്റെ പിന്നാലെ ചുരുളഴിക്കാൻ പോയതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈഡിപ്പസ് തിരിച്ചറിയുന്നത്. ഈഡിപ്പസാണ് ലയസ് എന്ന് പറയുന്ന ആ നാട്ടിലെ രാജാവിൻ്റെ കൊലയാളി ആ നാട്ടിലുള്ളത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ വിട്ടുമാറാതെ ദുരിതം വരുന്നത് എന്നുള്ളൊരു ഉറക്കൽ അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. ആ നാട്ടിൽ രാജാവിനെ കൊന്ന കൊലയാളി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു നാട് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം അദ്ദേഹത്തിന് കിട്ടുന്നത്. ആൻഡ് ഈഡിപ്പസ് വളരെ കറേജിയസ്ലി, വളരെ ഹീറോയിക്കലി പറയുന്നുണ്ട്, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾ എന്ത് വന്നാലും ഉറപ്പായിട്ടും ശിക്ഷിക്കും, എന്നിട്ട് മാത്രമേ ഞാൻ വിശ്രമിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ദ ഡ്രമാറ്റിക് ഐറണി ദർ ഈസ്, ഈ പറയുന്ന ഈഡിപ്പസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ആ നാട്ടിലെ രാജാവിനെ കൊന്നിട്ടുള്ളത് എന്നുള്ളതാണ് ആ നാടകത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഓർ ദാറ്റ് ഐറണി, ഡ്രമാറ്റിക് ഐറണി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ആൾക്കാരെയൊക്കെ കാണിച്ചു തരുന്നു, സ്റ്റോറി അൺട്രാവൽ ചെയ്യുന്നു, ഒരു പ്രശ്നം ഉണ്ടാകുന്നു, പെരിപ്പറ്റി സംഭവിക്കുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ, റൈസിങ് ആക്ഷനാണ്, കോംപ്ലിക്കേഷൻ ഭാഗമാണ്. ഓരോന്നോരോന്നായിട്ട് അങ്ങനെ അതിൻ്റെ ചുരുളഴിക്കാൻ നോക്കുന്നു. ഇദ്ദേഹം എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കുന്നു, ഇദ്ദേഹം എങ്ങനെ അവിടെ എത്തിയെന്ന് അന്വേഷിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഒരാളെ കൊന്നിട്ടുണ്ട്, ആ കൊന്ന ആൾ ലയസാൻ തിരിച്ചറിയുന്നു. അപ്പോൾ ലയസിൻ്റെ ഭാര്യയായിട്ടുള്ള ജൊക്കാസ്റ്റെ ഇദ്ദേഹം കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അമ്മയാണെന്നറിയുന്നു. അപ്പോൾ അവിടെ ഒരു അനഗ്നോറിസിസ്, ഒരു റെവലേഷൻ, ഒരു റെക്കഗ്നിഷൻ സംഭവിക്കുന്നു. ദ റെക്കോസ് ദ ക്ലൈമാക്സിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഡെയ്നുമയാണ്, ഓർ അൺറാവലിംഗ് ആണ്, ഓർ അൺടൈയിങ് നോട്ടാണ്, ഫോളിങ് ആക്ഷനാണ്. അതായത് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, തൻ്റെ മകനെയാണ് താൻ ഭർത്താവായി കല്യാണം കഴിച്ച് തൻ്റെ കുട്ടികളുടെ അച്ഛനായിട്ട് ഇപ്പോൾ തൻ്റെ ഒപ്പമുള്ളതെന്ന് തിരിച്ചറിയുന്ന ആ അമ്മ, അവർക്കുണ്ടാവുന്ന ആ ഒരു റെക്കഗ്നീഷൻ വിൽ ലീഡ് ഹെർ ടു കമ്മിറ്റ് സൂയിസൈഡ്. ആൻഡ് ഇറ്റ് വിൽ ലീഡ് ദിസ് ഈഡിപ്പസ് ടു വിറ്റ്നസ് ഹെർ മദർ. അത് റിയലൈസ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ പിന്നെ ഇദ്ദേഹം തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ കാണുന്നത് തൻ്റെ അമ്മയായിട്ടുള്ള, തൻ്റെ ഭാര്യയായിട്ടുള്ള, തൻ്റെ കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഈ ഒരു സ്ത്രീ ജൊക്കാസ്റ്റ, അദ്ദേഹം ആത്മഹത്യ ചെയ്ത് തൂങ്ങി മരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇദ്ദേഹം കാണുന്നത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കാഴ്ച. കാരണം അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കാഴ്ച അദ്ദേഹം നഷ്ടപ്പെടുത്തുകയാണ്. he took the brooches from her gown and he made himself blind. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന, അപ്പോൾ ആ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നൊരു കറ്റാസ്ട്രഫയിലാണ്. വെൻ വി സീ ദ ലാസ്റ്റ് പാർട്ട് വി കുഡ് സീ ദാറ്റ് ദിസ് ട്രാജഡി എൻഡ്സ് ഇൻ എ കറ്റാസ്ട്രഫി. ഇനി ഇത് കോമഡിയിലാണെന്ന് ചിന്തിക്കുക. അപ്പോൾ കോമഡിയിലാകുമ്പോൾ സെയിം ഈ ഒരു ട്രയാങ്കിൾ ഇലിസ്ട്രേഷൻ എടുക്കുക. എക്സ്പൊസിഷൻ, ഓക്കെ, അപ്പോൾ ഹാപ്പി ഹസ്ബൻഡ്സ് തന്നെ ഞാൻ എടുക്കുകയാണ്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലീസിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 ഫാമിലീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, 3ാമത്തെ ഫാമിലി ആവുന്നേ ഉള്ളൂ മൂവിയിൽ. ആൻഡ് ദെൻ അവിടേക്കൊരു കഥാപാത്രം കടന്നു വരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രശ്നങ്ങളാണ്, പെരിപ്പറ്റിയാണ്, റിവേഴ്സൽ ഓഫ് ഫോർച്യൂണാണ്. ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ജോലി സ്ഥലത്താണെങ്കിലും നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിലാണെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് അവസാനം ഒരു റിസോർട്ടിൽ വെച്ച് അവരത് തിരിച്ചറിയുകയാണ്. അനഗ്നോറിസിസ് നടക്കുകയാണ്. അതിലെ ഭാര്യമാർക്കൊക്കെ ഒരു അനഗ്നോറിസിസ് സംഭവിക്കുന്നു, ഒരു റെക്കഗ്നിഷൻ ഓർ ഡിസ്കവറി. ദേ ഡിസ്കവർ ദാറ്റ് ദിസ് ലേഡി ഈസ് നോട്ട് ഹിസ് വൈഫ് എന്ന് ഡിസ്കവർ ചെയ്യുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോന്നായിട്ട് ചുരുളഴിയാണ്. അപ്പോൾ ഇയാളുടെ ഭാര്യയാണ് ഇയാൾ, ഇന്നാളുടെ ഭാര്യയാണ് ഇന്നാൾ, ഇന്നാളുടെ ഭാര്യയല്ല ഇന്നാൾ എന്നൊക്കെയുള്ള കുറേ തിരിച്ചറിവുകൾ അവിടെ സംഭവിക്കുന്നു. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫോളിങ് ആക്ഷൻ. എന്നിട്ട് പിന്നെ എന്താ ഉണ്ടാവുന്നത്? ദ കംസ് എ സൊല്യൂഷൻ. അവിടെ ഒരു പ്രശ്ന നിവാരണം വരുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാം പറഞ്ഞ് സോൾവാക്കി ഭാര്യമാരോടൊക്കെ മാപ്പ് ചോദിക്കുന്നു, ഇനി തീർത്ഥാടനമാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവിടെ സോൾവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രാജഡിയിലാകുമ്പോഴത്തേക്കും അതിൻ്റെ എൻഡ് റിസൾട്ട് കറ്റാസ്ട്രഫി ആയിരിക്കും, പക്ഷെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഇത് തന്നെയായിരിക്കും. കോമഡിയിലാകുമ്പോഴത്തേക്കും അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് സൊല്യൂഷൻ ആയിരിക്കും, വേറാസ് അതിൻ്റെ ബാക്കി സ്ട്രക്ചറൊക്കെ ഇത് തന്നെയായിരിക്കും. ഇങ്ങനെയാണ് ഒരു പ്ലോട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കോംപ്ലെക്സ് പ്ലോട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഘടന എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ സ്ട്രക്ചർ കണ്ടു, യൂണിറ്റി ഓഫ് ടൈമും യൂണിറ്റി ഓഫ് പ്ലേസും യൂണിറ്റി ഓഫ് ആക്ഷനും ഒക്കെ കണ്ടു കഴിഞ്ഞു. വരാസ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജസിലൂടെയാണ് ഒരു ട്രാജഡിയോ ഒരു കോമഡിയോ ബേസിക്കലി ഒരു പ്ലോട്ട് കടന്നു പോകുന്നത്. എക്സ്പൊസിഷൻ, റൈസിങ് ആക്ഷൻ ഓർ പെരിപ്പെറ്റിയ വിൽ ഹാപ്പൻ ആൻഡ് ദെൻ റൈസിങ് ആക്ഷൻ,
കോംപ്ലിക്കേഷൻ ഭാഗമാണത്. ഏറ്റവും ജെനിത്തിലെത്തുമ്പോഴത്തേക്കും ക്ലൈമാക്സ്, ദാറ്റ് മീൻസ് അനഗ്നോറിസിസ് വിൽ ഹാപ്പൻ, ദെൻ കംസ് ഫോളിങ് ആക്ഷൻ, ദെൻ കറ്റാസ്ട്രഫെ ഓർ സൊല്യൂഷൻ സംഭവിക്കുന്നു. ഇതൊരു കോംപ്ലക്സ് പ്ലോട്ടിൻ്റെ സ്ട്രക്ചറാണ്. കോംപ്ലക്സ് പ്ലോട്ടിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. സിമ്പിൾ പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ 2 ഭാഗങ്ങൾ എടുത്തു കളഞ്ഞാൽ മതി, പെരിപ്പെറ്റിയെയും അനഗ്നോറിസിസും. ദാറ്റ് മീൻസ് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ അതിൽ അനഗ്നോറിസിസിൻ്റെ ആവശ്യവുമില്ല. റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ഉണ്ടായാൽ മാത്രമല്ല അതിനെ തേടി അന്വേഷിച്ച് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചെന്ന് അന്വേഷിച്ച് അതിനൊരു തിരിച്ചറിവുണ്ടാവേണ്ട ആവശ്യമുള്ളൂ. ഈ 2 സ്റ്റേജസും സിമ്പിൾ പ്ലോട്ടിൽ ഉണ്ടാവില്ല. സോ വാട്ട് വിൽ ഹാപ്പൻ? സോ ദിസ് ഇസ് വാട്ട് happens in a simple plot. And Aristotle, who always intends to arouse the feeling of pity and fear, or who always wished to create the feeling of pity and fear by arousing the catharsis effect, definitely recommend the second one, that is the complex plot. അരിസ്റ്റോട്ടിൽ എംഫസൈസ് ചെയ്യുന്നത്, അരിസ്റ്റോട്ടിൽ ഒരു ഗുഡ് ട്രാജഡിയുടെ പ്ലോട്ടായിട്ട്, ഒരു പെർഫെക്റ്റ് ട്രാജഡിയുടെ പ്ലോട്ടായിട്ട് അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത് കോംപ്ലെക്സ് പ്ലോട്ടാണ്, ഒരിക്കലും ഒരു സിമ്പിൾ പ്ലോട്ടല്ല. ബിക്കോസ് കോംപ്ലെക്സ് പ്ലോട്ടിലാണ് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ നടക്കുക, പെരിപ്പെറ്റി നടക്കുക, ആൾക്കാരെ മാക്സിമം അവരുടെ പിറ്റി ആൻഡ് ഫിയർ ഫീലിംഗ് റോസ് ചെയ്യിക്കാൻ പറ്റുക, ആൻഡ് ദെൻ അനഗ്നോറിസിസ് സംഭവിക്കുക, ആ ഡിസ്കവറി ഓർ റെക്കഗ്നീഷൻ സംഭവിക്കുക. ആ ഡിസ്കവറിയുടെ എൻഡ് റിസൾട്ടായിട്ടായിരിക്കും അവിടെയുള്ള ബാക്കി കഥാപാത്രങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ടായിരിക്കുക? കറ്റാസ്ട്രഫെ സംഭവിക്കുന്നുണ്ടായിരിക്കുക. ട്രാജഡിയെക്കുറിച്ച് നമ്മൾ പറയുന്നത്, അരിസ്റ്റോട്ടിൽ കോമഡിയെക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ട്രാജഡിക്കാണ്. അപ്പോൾ കറ്റാസ്ട്രഫെ സംഭവിക്കുള്ളൂ. ഈ കറ്റാസ്ട്രഫെ സംഭവിച്ചാൽ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും കഥാസിസ് ഇഫക്റ്റ് ക്രിയേറ്റ് ആവുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അരിസ്റ്റോട്ടിൽ റെക്കമെൻഡ്സ് കോംപ്ലെക്സ് പ്ലോട്ട് ഫോർ എ പെർഫെക്റ്റ് ട്രാജഡി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. ബേസിക്കലി ഒരു പ്ലോട്ടിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു ഭാഗം കോംപ്ലിക്കേഷനും മറുഭാഗം ഡെയ്നുമേയുമാണ്, ഓർ അൺട്രാവലിംഗ്. ഒരു ഭാഗം പ്രശ്നവും മറുഭാഗം പ്രശ്ന നിവാരണവുമാണ്. ഒബ്വിയസ്. ഇനി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബിഗിൻ വിത്ത് ആൻ എക്സ്പോസിഷൻ. നമ്മുടെ നേരത്തെ കണ്ട യൂണിറ്റി ഓഫ് ആക്ഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബിഗിനിങ് എന്ന് പറയാം, തുടക്കം. എല്ലാ കഥാപാത്രങ്ങളെയും എല്ലാ തരത്തിലുള്ള സിറ്റുവേഷൻസിനെയും സെറ്റിങ്ങിനെയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഭാഗം. അവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നു, ഒരു പെരിപ്പെറ്റിയ സംഭവിക്കുന്നു. പെരിപ്പെറ്റി എന്താണ്? റിവേഴ്സൽ ഓഫ് സിറ്റുവേഷനാണ്. ഉള്ളതെല്ലാം കീഴ്മേൽ മറിയുന്നൊരവസ്ഥ. അങ്ങനെ കീഴ്മേൽ മറിഞ്ഞു കഴിയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പൊന്തി വരും. സോ റൈസിങ് ആക്ഷൻ, ഓരോ പ്രശ്നങ്ങൾ പൊങ്ങി വരുന്നു. ആ പ്രശ്നങ്ങൾ ആകെ കെട്ട് പിണഞ്ഞ് ഊരാക്കുടുക്കായിട്ട് മാറുന്നു. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് ടൈയിങ് നോട്ട്. ഊരാക്കുടുക്കായിട്ട് മാറുകയാണ്. അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ, ഏറ്റവും ജനിത്തിലതെത്തിക്കഴിയുമ്പോഴത്തേക്കും, അത് കോംപ്ലിക്കേഷനാണ്. ഈ ഭാഗം മുഴുവൻ കോംപ്ലിക്കേഷനാണ്. ഏറ്റവും ടോപ്പിലെത്തിക്കഴിയുമ്പോഴത്തേക്കുമാണ് ക്ലൈമാക്സ് സംഭവിക്കുന്നത്. ആ ക്ലൈമാക്സോട് കൂടി തന്നെ അവിടെയുള്ള ആളുകൾക്കെല്ലാം റെക്കഗ്നീഷനും അനഗ്നോറിസിസും സംഭവിക്കുന്നു. ആളുകൾ തിരിച്ചറിയുന്നു എന്താണ് നടന്നതെന്നുള്ളത്. പിന്നീട് ചിലപ്പോൾ ബാക്കിയുള്ള കഥാപാത്രങ്ങളും ഓരോരുത്തരായിട്ട് ഇത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ? ദർ വിൽ ഡെഫിനറ്റ്ലി the end would be catastrophe. ഡിസാസ്ട്രസ് ആയിട്ട് അതിൻ്റെ എൻഡ് മാറിയിട്ടുണ്ടായിരിക്കും. ഈ തിരിച്ചറിവിനൊക്കെ ഒടുവിൽ നോക്കുമ്പോഴത്തേക്കും പലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം ഈ കോംപ്ലിക്കേഷൻ ഭാഗത്തെല്ലാം ചിലപ്പോൾ റിവേഴ്സൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഭാഗമായിട്ട് ആളറിയാതെയോ മനസ്സിലാകാതെയോ ഒക്കെ പലരെയും കൊന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ തിരിച്ചറിവുകളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് വൈകിപ്പോയിരിക്കും. ദാറ്റ്സ് വൈ ദാറ്റ് ഇസ് കോൾഡ് ആസ് falling action. It is a kind of solving. But after the solution, in a tragedy, the end would be catastrophic. Whereas in a comedy, the end would be happy with the solution. Okay. See, next part is about a tragic hero. Who is a tragic hero, or what are the qualities? What should be the qualities of a tragic hero? He shouldn't be a too good character. Neither too good nor too bad എന്നാണ് പറയുന്നത്. അത്ര നല്ല മനുഷ്യനും ആയിരിക്കരുത്, അത്ര പൊട്ട മനുഷ്യനും ആയിരിക്കരുത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഒരുപാട് നല്ല മനുഷ്യർക്ക്, ഇഫ് ഹീ ഈസ് ടു ഗുഡ് ആൻഡ് ദെൻ ഹീ ഈസ് ഫേസിങ് എ ട്രാജഡി, ഇറ്റ് വുഡ് ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് ഓർ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഫീലിംഗ് ഓഫ് ഷോക്ക് അമംഗ് ദ ഓഡിയൻസ്. ഇയാൾക്കിങ്ങനെ വന്നോ എന്നുള്ളൊരു ഷോക്കിംഗ് ഇഫക്റ്റ് ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവുന്നത്. എന്നാൽ അതേസമയം തന്നെ
ടു ബാഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു അപകടം സംഭവിച്ചാൽ നമ്മൾ എന്താ പറയുക, അവൻ അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിരുന്നു, അല്ലെങ്കിൽ അത്രയും ദുഷ്ടനായിരുന്നു. കാരണം അയാൾ ബാഡായിട്ടുള്ള ഒരാൾക്ക് ഒരു അപകടം സംഭവിച്ച് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ദ ഓഡിയൻസ് വുഡ് ഫീൽ ഓക്കെ ഹി ഡിസേർവ്സ് ഇറ്റ്, അയാൾക്കത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളൊരു തോട്ടേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ടു ഗുഡ് ആവരുത്, ടു ബാഡും ആവരുത്. പിന്നെ എങ്ങനെയുള്ള കഥാപാത്രമായിരിക്കണം ഒരു ട്രാജിക് ഹീറോ ആവേണ്ടത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് അന്നത്തെ നാടകങ്ങൾ കണ്ടുകൊണ്ട് അരിസ്റ്റോട്ടിൽ വിലയിരുത്തിയ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഹി ഷുഡ് ബി എ നോബിൾ മാൻ, ഹി ഷുഡ് ബി എ ഗുഡ് മാൻ, whereas with a kind of frailty in him, with a kind of error in him. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കിലൂടെയോ അയാൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധത്തിലൂടെയോ അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും വീക്ക്നെസ്സിലൂടെയോ, ചിലപ്പോൾ എല്ലാവരും അമിതമായിട്ട് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം, ചിലപ്പോൾ എല്ലാവരും ഒരുപാട് സഹായിക്കുന്ന ഒരാളായിരിക്കാം, ചിലപ്പോൾ എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളായിരിക്കാം, കിങ് ലിയറിനെയൊക്കെ പോലെ. അപ്പോൾ ഏതെങ്കിലും ഒരു വീക്ക്നെസ് ഉള്ള ആളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ സംഭവിക്കുന്നതിലൂടെയോ, വീക്ക്നെസ് ഒന്നുമില്ല, പെർഫെക്റ്റാണ്, പക്ഷേ ഇത് അബദ്ധം പറ്റിപ്പോവുകയാണ്. അപ്പോൾ ഈഡിപ്പസിന് സംഭവിച്ചു പോകുന്നൊരു അബദ്ധമാണ്. അദ്ദേഹം തൻ്റെ അച്ഛനെ കൊന്ന് അമ്മയെ കല്യാണം കഴിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിൻ്റെ വളർത്തച്ഛനായിരുന്നോ അല്ലെങ്കിൽ വളർത്തമ്മയായിരുന്നു കൊറിന്തിലുണ്ടായിരുന്നോ എന്നുള്ളത്. അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. രാത്രിക്ക് രാത്രി അദ്ദേഹം അവിടുന്ന് കടന്നു കളയുകയാണ്, ലോപ്പ് ചെയ്ത് പോവുകയാണ്. ബിക്കോസ് ഹി ഡോണ്ട് വോണ്ട് ടു ഹാം ഹിസ് പാരൻസ്. അപ്പോൾ അത്രയും ഒരു നല്ല നന്മയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. ബട്ട് ഹി ഹാസ് ഗോട്ട് എ പ്രോബ്ലം വിത്ത് ഹിം. എക്സസ് ഈഗോ ഉള്ള വ്യക്തിയായിരുന്നു ഈഡിപ്പസ് എന്ന് പറയുന്നത്. ഹി ഹാസ് ഗോട്ട് ദാറ്റ് പ്രോബ്ലം ഓഫ് ഹ്യൂബ്രിസ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മുന്നിൽ വന്ന ഒരു വൃദ്ധനായ മനുഷ്യനാണെന്ന് പോലും ചിന്തിക്കാതെ അദ്ദേഹം ആ ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും വഴിയിലൂടെ യാത്ര പോകുന്നതിനെ ചൊല്ലി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും ഇംപെച്വസ് ആയിട്ട് എടുത്തു ചാടിക്കൊണ്ട് തന്നെ എന്നോട് തർക്കിക്കുന്നു എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിൽ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു രീതിയിൽ ഈ പ്രായമായിട്ടുള്ള മനുഷ്യനാണെന്ന് ചിന്തിക്കാതെ അയാളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു എററിലൂടെ, ഒരു മിസ്റ്റേക്കണിൽ, ഒരു എടുത്തുചാട്ടം, അപ്പം തോന്നിയൊരു ബുദ്ധിക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് എന്തോ പറ്റി എന്നുള്ള പോലെ ആ ടൈമിലുണ്ടാവുന്ന ആ ഒരു മൊമെൻറ്റിലുണ്ടാവുന്ന ഇമ്പൾസിൽ ചെയ്തു പോകുന്ന ഒരു അബദ്ധം, അതിലൂടെ അദ്ദേഹത്തിൻ്റെ ട്രാജഡിക്കുള്ള ആ ഒരു മാർഗം അവിടെ തെളിയുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ട്രാജഡി സംഭവിക്കുകയാണ് എന്നുള്ളതാണ് ട്രാജിക് ഹീറോൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ കിരീടം എന്ന് പറയുന്ന ഒരു മൂവി ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള, മലയാളത്തിൽ തന്നെ ഒരു നല്ലൊരു ക്ലാസിക്കായിട്ടുള്ള ഒരു ട്രാജിക് മൂവിയായിട്ട് പറയാൻ പറ്റുന്ന കിരീടം എന്ന് പറയുന്ന മൂവിയിലെ ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള ഒരു കഥാപാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹി വാസ് എ ഗുഡ് മാൻ, ഹി വാസ് ഡെഫിനറ്റ്ലി എ ഗുഡ് സ്വീറ്റ് ലവിങ് മാൻ. ആ കൺസേൺ, പാരൻറ്റിനോടുള്ള കൺസേൺ കൂടിയതുകൊണ്ടാണ് തൻ്റെ അച്ഛനെ തല്ലുന്നത് കണ്ടപ്പോഴത്തേക്കും അദ്ദേഹം അവിടെ കയറി ഇടപെടുന്നത്. അപ്പോൾ നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ആ ഒരു മൊമെൻറ്റിലുണ്ടാവുന്ന ആ ഒരു ഇമ്പൾസാണ് അദ്ദേഹത്തിൻ്റെ പിന്നീട് നമ്മൾ കാണുന്ന കിരീടവും അതിനെ തുടർന്നുണ്ടാവുന്ന സീരീസ്, അതിൻ്റെ പിന്നാലെ വരുന്ന ചെങ്കോലിലുമൊക്കെ നമ്മൾ കാണുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രാജഡി. അത്രയും വെറുക്കപ്പെട്ടവനായിട്ട് ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ഗുണ്ടയായിട്ടൊരു വ്യക്തി മാറുന്നതിൻ്റെ അവസ്ഥ അതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ചിത്രം എന്ന് പറയുന്ന മറ്റൊരു ലാലേട്ടൻ മൂവി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ അബദ്ധത്തിലാണ് അതിലെ കഥാപാത്രത്തെ അതിലെ തൻ്റെ കാമുകിയെ ഇദ്ദേഹം കൊല്ലുന്നത്. ആക്ച്വലി അദ്ദേഹം ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ്, അവിടെയും ഒരു ഇംപെച്വസ് ആയിട്ടുള്ള എടുത്തുചാട്ടക്കാരനായിട്ടുള്ള ഒരു പെട്ടെന്ന് തന്നെ ഇമ്പൾസീവായിട്ട് മാറുന്നൊരു കഥാപാത്രമായിട്ട് അവിടെ ആ ഒരു കഥാപാത്രം മാറുകയാണ്. അതുകൊണ്ടാണ് കാമുകനാണെന്ന് കരുതി തൻ്റെ കാമുകിയുടെ അടുത്ത് വന്ന ഒരു പുരുഷനെ കാണുമ്പോൾ അവിടെ ഇരുന്ന ഒരു ആയുധമെടുത്ത് അയാളെ കൊല്ലാൻ ശ്രമിക്കുകയും പക്ഷേ അയാൾക്ക് പകരം തൻ്റെ കാമുകി തന്നെ മരിക്കുകയും അതിന് അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്യുന്നത്, പിന്നീട് ജീവിക്കണമെന്നാഗ്രഹം മൂലം അദ്ദേഹം എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ സാറെന്ന് ചോദിക്കുന്നതും പക്ഷെ അദ്ദേഹത്തെ കൊല്ലാനായി കൂട്ടിക്കൊണ്ടു പോകുന്നിടത്ത് കഥ തീരുന്നതും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരു കൈൻഡ് ഓഫ് പെയിൻ ക്രിയേറ്റ് ചെയ്യുന്നതും. ഈ ഒരു സിനിമയുടെ ഫീലിംഗ് തന്നെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് താൻ മായാനദി എന്ന് പറയുന്ന ആ ഒരു ലവ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്തതെന്ന് അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ആഷിക് കപൂർ ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മായാനദിയിലെ കഥാപാത്രമായിട്ടുള്ള മാത്തനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ മാത്തൻ ഒരു അബദ്ധം സംഭവിക്കുകയാണ്. ഇതുപോലെ തന്നെ മാത്തൻ ഒരിക്കലും പേർപ്പസ്ഫുള്ളി ഓർ വിൽഫുള്ളി കൊല്ലുന്നതല്ല ആ ഒരു പോലീസുകാരനെ. ഇറ്റ് വാസ് എൻ ആക്സിഡൻറ്റ്, ബട്ട് ഇറ്റ് വാസ്
it made that accident made Mathan as a murderer or a criminal. It mistakenly made him as a criminal in that particular film. ആൻഡ് പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പോലീസുകാരനെ കൊന്നു എന്നുള്ളത് കൊണ്ട് മറ്റു പോലീസുകാർക്ക് അത്രമാത്രം വൈരാഗ്യം ഉണ്ടാവുകയും മാത്തനെ പിടിക്കാനായി വരികയും ചെയ്യുകയാണ്. മാത്തൻ ഒരു മിസ്റ്റേക്കല്ല, ഒരു കുറവല്ല നമുക്ക് ആ ട്രാജഡിയിൽ കാണുന്നത്. മാത്തനുള്ള മറ്റൊരു കുറവാണ്, അതായത് അദ്ദേഹത്തിന് ആ ഒരു പൈസയുമായിട്ട് രക്ഷപ്പെട്ടു പോകാമായിരുന്നു. ചിലപ്പോൾ കുറച്ചധികം നാൾ അദ്ദേഹത്തിന് രക്ഷപ്പെട്ട് ജീവിക്കാമായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും പിടിക്കപ്പെടാത്ത ഒരാളായിട്ട് അത്രയധികം പണത്തോട് കൂടിയിട്ട് പോയി രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ മാത്തന് അപർണ എന്ന് പറയുന്നതിലെ കഥാപാത്രത്തോട് ഉള്ള ഒരു പ്രണയം മൂലം അവിടെ അദ്ദേഹം തളയ്ക്കപ്പെട്ടു പോവുകയും ഈ പെൺകുട്ടി വരുന്നത് വരെ കാത്തിരിക്കുകയും ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ട്രാജഡി ആ ഒരു ഫിലിമിൽ നമ്മൾ കാണുന്നത്. അവസാന ദിവസം പോലും ആ ഒരു മനുഷ്യന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സ്റ്റിൽ ഹി വാസ് വെയിറ്റിംഗ് ഫോർ ഹിസ് അൺറെക്യൂറ്റഡ് ലവ്. അതുകൊണ്ടാണ് ആ ഒരു പോലീസുകാരുടെ കീഴ്പ്പെടുത്തലിൽ അകപ്പെട്ടു പോവുകയും അവർ വിരിച്ച ആ ഒരു വലയിൽ അദ്ദേഹം അകപ്പെട്ടു പോവുകയും എൻകൗണ്ടറിൽ മരണപ്പെട്ടു പോകുന്ന രീതിയിൽ മൂവി അവസാനിക്കുകയും അതൊരു ട്രാജഡി ആയിട്ട് മാറുകയും ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ മാത്തനിൽ എവിടെയോ ഒരുപാട് നന്മകളുണ്ട്. മാത്തന് ഒരിക്കലും ഒരാളെ കൊല്ലണം എന്ന് വിചാരിച്ച് കൊന്നതല്ല. മാത്തന് ഒരിക്കൽ ഒരു അബദ്ധം പറ്റിപ്പോയെങ്കിലും അത് അയാളുടെ ഭാഗത്ത് നിന്നല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവുകയും ഒരുപാട് സ്നേഹത്തോടു കൂടെ അപർണ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ എപ്പോഴും സഹായിക്കാനായിട്ട് വരികയും, ഇപ്പോൾ ചിത്രം എന്ന് പറയുന്ന മൂവിയിലാണെങ്കിൽ ലാലേട്ടൻ്റെ കഥാപാത്രം ഒരു വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനാണെന്ന്, അതേസമയം തന്നെ എല്ലാവരാലും ദേഷ്യം ഉണ്ടാക്കപ്പെടുന്ന ഒരു ആളായിട്ടൊക്കെ അതിൽ അപ്പിയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ചികഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഹീ ഈസ് ആക്ച്വലി എ ഗുഡ് മാൻ. ദാറ്റ് വാസ് എ മിസ്റ്റേക്ക് ദാറ്റ് ഹാപ്പൻഡ് few years back, or that was a mistake that happened without any intention. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ട്രാജിക് ഹീറോ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളാണെന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. He cannot be an eminently good man hurled from prosperity into adversity because his wholly undeserved sufferings arouses not pity and fear but a feeling of shock or revolt. That such a thing should ever be, nor can he be a bad man raised from adversity to prosperity because by his very badness he can neither excite our pity and fear nor deserve the good fortune that comes to him. Nor again can he be an utter villain because his fall is a matter for gratification rather than for pity and fear. അപ്പോൾ പിന്നെ എങ്ങനെയുള്ള ആളായിരിക്കണം ഒരു ട്രാജിക് ഹീറോൻ്റെ ഒരു ഫീച്ചേഴ്സുള്ള ഒരാൾ? There remains but one kind of character who can best satisfy this requirement. A man who is not eminently good and just, yet whose misfortune is brought about not by vice or depravity means wickedness, but by some error or frailty. ഒന്നുകിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അയാളുടെ കുറവ് കൊണ്ടോ, ഫ്രയൽറ്റി മീൻസ് എനി വീക്ക്നെസ്, എന്തെങ്കിലും ഒരു കുറവ് കൊണ്ടോ സംഭവിക്കുന്നത് കൊണ്ടായിരിക്കണം അയാളുടെ ലൈഫിൽ ട്രാജഡി ഉണ്ടാവേണ്ടത്. എന്നാൽ മാത്രമേ പിറ്റിയും ഫിയറും എന്ന് പറയുന്ന രണ്ട് ഇമോഷൻസ് എറോസ് ആവുള്ളൂ. അപ്പോൾ കുറച്ച് കുറവുകളുള്ള എന്നാൽ നല്ലവനായൊരു വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ് ഒരു ട്രാജിക് ഹീറോൻ്റെ ഉദാത്തമായിട്ടുള്ള ലക്ഷണമെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. സോ ദിസ് ഇസ് വാട്ട് we analyzed today. We had gone through the two parts of a tragic plot, not a tragic plot, of a plot, complication and denouement, and then we had gone through the different stages of a plot: exposition, peripetia, anagnoresis, and if it is tragedy then would be catastrophic, and if it is comedy it would be resolution. And a tragedy can contain simple as well as complex plot. Complex plot contain peripetia and anagnoresis. Peripetia, the Greek term, means reversal of situation or reversal of fortune. Anagnoresis means recognition or discovery. Simple plot will exclude these two elements, and Aristotle always recommend complex plot for a better tragedy. And we had seen the features of a tragic hero. He shouldn't be an eminently good man, he shouldn't be a bad man, and he shouldn't be an utter villain, whereas he should be a very good as well as a justful man with some error or frailty or his weakness that will lead him into some kind of tragedy in his life. Okay, that's all for today. So just go through these portions, read well, learn or understand all those basic points. We can meet in the next class with his observations on comedy. Till then, all of you take care. Bye-bye.